വനം വകുപ്പിന്റെ കരിനിയമങ്ങൾക്കെതിരെ മംഗളം ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. മംഗളം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിന്റെ നേതൃത്വത്തിൽ നടന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം മംഗളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പി.ടി. ജോയി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. വനം വകുപ്പിന്റെ കരിനിയമങ്ങൾക്കെതിരെ മാങ്കുളം ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 9 ദിവസം പിന്നിട്ടു. ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക, KDH ഭൂമിയിലെ വനം വകുപ്പിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക, മലയോര ഹൈവേ അലൈൻമെന്റ് പുനഃസ്ഥാപിക്കുക, രാജപാത ജനങ്ങൾക്കായി തുറന്നു നൽകുക, വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക, വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുക, നിലവിലെ മാങ്കുളം ഡിഎഫ്ഒയെ സ്ഥലം മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ നിലവിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരുന്നത്. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിന്റെ നേതൃത്വത്തിൽ ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ വെള്ളിയാഴ്ച നടന്ന സമരത്തിൽ മാങ്കുളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പി.ടി. ജോയി ഉദ്ഘാടനം നിർവഹിച്ചു. ജനപ്രതിനിധികളെയും രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് സംഘടനയാണെങ്കിൽ പോലും അവരെയെല്ലാം ജനങ്ങളിൽ നിന്ന് വെറുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ആന വന്നു നിങ്ങൾ പറഞ്ഞു, അവിടെ ആരും വന്നിട്ടില്ല, ഒരു വാച്ചർ പോലും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ വന്യമൃഗങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾക്ക് സ്പീഡ് കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്ന പണി എന്താ? ഇവർ ചെയ്യുന്ന പണി ഈ ഗവൺമെന്റിന് വരെ എതിരായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം. വിളിച്ചാൽ ആദ്യം ഫോൺ എടുക്കും, പിന്നെ നമ്മൾ തിരിച്ചു വിളിച്ചാൽ അവർ വരികയില്ല, ഫോൺ എടുക്കുകയില്ല. വാർഡ് മെമ്പർ ബിബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൃഷിയിലൂടെ ജീവിക്കുന്നവരാണ്, ആർക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി ഉള്ളവരല്ല. ഇപ്പം തന്നെ എണ്ണൂർ മേഖലയിലെ വിഷയം ഈ ഒരാഴ്ചയായിട്ട് ആന അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ ഓരോ വാച്ചർമാർ പോലും അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫില്ല. ഇവർക്ക് ടൂറിസം ഫീൽഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഇവരുടെ വാച്ചർമാരുണ്ട്, ഫോറസ്റ്റ് ഗാർഡുണ്ട്, DF ഉണ്ട്, CCF ഉണ്ട്, എല്ലാവരും അവിടെ എത്തിച്ചേരും. ഇവിടെ ഒരു ആന വന്നാലോ അല്ലെങ്കിൽ ഒരു കർഷകനെ കൊന്നാലോ ഇവർക്കൊന്നും ഒരു വിഷയമില്ല. മുൻ മെമ്പർ ജാൻസി ബിജു സ്വാഗതം ആശംസിച്ചു. പ്രവീൺ ജോസ് ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ജനകീയ സമിതി പ്രസിഡന്റ് ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ, അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി, ജോസുകുട്ടി ഒഴികയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്നപരിഹാരം കാണുന്നതുവരെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരുമെന്നും പരിഹാരമായില്ലെങ്കിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്താനുമാണ് ജനകീയ സമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അടിമാലി.